ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ നല്ല സന്തോഷത്തിലാണ്. തന്റെ അമ്മായിച്ചനോടും തന്റെ ഭാര്യയോട് കളവ് പറഞ്ഞ് അവളോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഒരു 10 ദിവസമെങ്കിലും നിങ്ങളുടെ മകളെ ഞാൻ വിളിച്ചോളാം, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയും ഒത്തിട്ട് പുതിയ ഭാര്യയും ഒത്ത് ഗൾഫിലേക്ക് പോകും. അപ്പോ അത് ആ സമയത്ത് ഒരു കേസും കാര്യങ്ങൾക്കൊന്നും പോവാതെ നിങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് മനോഹർ ഷാരിയോടും രാഹുലിനോട് ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഷാരി കല്യാണത്തിന് എത്തുന്നുണ്ട് ആന്റിയായിട്ട്, അതായത് മനോഹറിന്റെ ആന്റിയെ അഭിനയിക്കാൻ എത്തുകയാണ്. പിന്നെ നല്ല സന്തോഷത്തിലാണ്. ഈ ഒരു അവരുടെ വന്ദനയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 4 കോടി രൂപയാണല്ലോ ഇപ്പോ, 7 കോടി രൂപയാണല്ലോ ഇപ്പൊ എന്തായാലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ മനോഹർ. അതുകൊണ്ട് തന്നെ നല്ലൊരു പൈസ തന്നെ ഈ ഒരു കല്യാണത്തിന് വേണ്ടി പൊടിക്കുന്നുണ്ട്. അത് നമ്മുടെ സരയുവിന്റെ പൈസ തന്നെയാണ്. സരയുവിന്റെ അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ പൈസ മനോഹറിന്റെ അക്കൗണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗോൾഡ് മുഴുവനും എടുത്ത് അത് മുഴുവനും വിറ്റു. ആ പൈസയും അതൊക്കെ ഏകദേശം തീർന്നൊരു മട്ട് തന്നെയാണ്. എന്തായാലും പുതിയ ബന്ധത്തിൽ നിന്ന് തനിക്ക് കോടികളാണല്ലോ കിട്ടാൻ പോകുന്നത് എന്ന സന്തോഷത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി വരികയാണ് മനോഹർ. അവിടെ വന്ദനയും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്ദന നല്ല സുന്ദരിയായി തന്നെ അവിടെ വന്ന് നിൽക്കാണ്. താലിയെടുത്ത് കെട്ടാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ വലിയ വലിയ ട്വിസ്റ്റുകൾ നടക്കുന്നത്. കാരണം അവിടെ ജുബാന, നിഷ, അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങി വരുന്ന നിത, പിന്നെ തന്നെ എല്ലാ കല്യാണിയും അത് അവിടേക്ക് വരികയാണ്. മനോഹറും ഷാരിയും മാത്രമാണ് ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. എന്തായാലും മനോഹർ തന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഷാരിയും രാഹുലും നിൽക്കുന്നത്. തന്നെയല്ല, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അവരാകെ അന്തം വിട്ടു പോവുകയാണ്. പെട്ടെന്നാണ് നിത മാറി അവിടെ വന്ദന മാറി, വന്ദനയുടെ വേഷവും ഒക്കെ മാറി, രൂപമൊക്കെ മാറി അവിടെ വരുണായി മാറുന്നതും. അതുപോലെ തന്നെ മനോഹറിന്റെ മുന്നിൽ വെച്ച് തന്നെ അതേ മുഹൂർത്തം തെറ്റാതെ തന്നെ നിതയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടുകയും ചെയ്യുന്നുണ്ട്. മനോഹർ ആകെ ചമ്മി നാറിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു നാണക്കേട് ജീവിതത്തിൽ ഇതുവരെയും നമ്മുടെ മനോഹറിന് ഉണ്ടായിട്ടില്ല. ഷാരി ആയാലും ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. അവൾക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ മകളുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു നമ്മുടെ ഷാരിയും. എന്തായാലും മനോഹറിനെ പിടിച്ചു നിർത്തി 4 എണ്ണം കൊടുക്കുന്നുണ്ട് കല്യാണി. ഇനി അടുത്ത പെൺകുട്ടിയെ നീ വലയിലാക്കാൻ നോക്കിയതാണല്ലേ, ഇതൊക്കെ ഞങ്ങളുടെ നാടകമായിരുന്നടാ എന്ന് പറഞ്ഞ് ആ പന്തലിൽ വെച്ച് തന്നെ പട്ടിയെ തല്ലുന്നത് പോലെ എല്ലാ ഭാര്യമാരും കല്യാണിയും ചേർന്ന് വരുണും എല്ലാവരും ചേർന്ന് അവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡിനായി ഉടനെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.